അസ്സലാമു അലൈക്കും. കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. വേറൊന്നുമല്ല, നമ്മൾ ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യും, സൈമൾട്ടേനിയസ്ലി മറ്റേ കൈ കൊണ്ട് വീഡിയോ എടുക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പിന്നെ മക്കളുടെ കാര്യം, ഇടയ്ക്കൂടി മക്കൾ കരയും, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ വന്നപ്പോഴത്തേനും മടിയായി. അപ്പോൾ കുറച്ച് സമയം കിട്ടുമ്പോൾ പിള്ളേർ ഉറങ്ങുന്ന സമയത്തിന് ഇതൊക്കെ നോക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കിട്ടിയപ്പോൾ മസാല ദോശ ഞാൻ ആക്കിയായിരുന്നു. ആ റെസിപ്പി ഷെയർ ചെയ്യുകയാണേ. വേറൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഒന്ന് താളിച്ചെടുത്തതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്ന 3 ചെറിയ സവോളയാണ്. അത് ചെറിയ സ്ലൈറ്റായിട്ട് കുഞ്ഞ് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഒരുപാട് സ്പൈസ് പൗഡേഴ്സൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഗ്രീൻ ചില്ലി കുറച്ചധികം വേണം. ഞാനൊരു 10-12 എടുക്കുന്നുണ്ട്. അത് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റി ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും മാത്രം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിക്ക് ആ പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന 3 പൊട്ടാറ്റോ നല്ല രീതിക്ക് ഉടച്ച് ഇതിലോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇച്ചിരി ആയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ആ ഒരു ഡ്രൈനെസ് മാറി കിട്ടാനും ഈ ഒരു കുഴമ്പ് മാതിരി വരാനും, ആ കട്ടയൊക്കെ ഇല്ലാണ്ട് എടുക്കണേ. അപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം, നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇച്ചിരി മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ദോശയാണ്, മസാല ദോശ അല്ലേ. അപ്പോൾ ഗീ റോസ്റ്റ് ആക്കാം എന്നൊക്കെ വിചാരിച്ചു. നെയ്യില്ലാതെ പോയി, ഞാൻ അറിഞ്ഞില്ല നെയ്യില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബട്ടറാക്കി. ബട്ടർ ദോശ അല്ലേ. അപ്പോൾ കുറച്ച് ബട്ടറിൻ്റെ അതേ അളവിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഇതുപോലെ ലിക്വിഡ് ഫോമിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ ദോശ ചുട്ടെടുക്കുക. ദോശ നല്ല തിന്നായിട്ട് വേണം ചുട്ടെടുക്കാൻ, അറിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന ആ ഒരു ഓയിലും ബട്ടറും കൂടി ഒരു ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ ദോശയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും നല്ല ക്രിസ്പിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ജസ്റ്റ് ഒരു സ്ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി നമ്മുടെ ദോശ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മസാലക്കൂട്ടില്ലേ, അത് നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ മസാല ദോശ മടക്കിയെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിക്ക് നമ്മൾ നമ്മുടെ മസാലക്കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് മടക്കിയെടുക്കുന്നേ ഉള്ളൂ. എടുത്ത് കഴിയുമ്പോൾ മസാല ദോശയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് മസാല ദോശയുടെ റെസിപ്പി. ഇതിങ്ങനെ തന്നെയാണോ മസാല ദോശ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെയാണ് ഞാനും എൻ്റെ ഉമ്മച്ചിയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും, അള്ളാഹ്ക്കറിയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായിരുന്നാലും ഇതിനകത്ത് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. പക്ഷേ ഇവിടെ നോൺ വെജ് എന്നും പറഞ്ഞിട്ട് ഒരാൾ നിൽപ്പുണ്ടല്ലോ. സുർജിക്ക് നോൺ വെജ് വേണം. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും ഒരു ചട്നിയും ഞാൻ ചെറുതായിട്ട് ആക്കിയിട്ടുണ്ട്. ചട്നി റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഒരു 3-4 പച്ചമുളക്, 4-5 ഉള്ളി, കൊച്ചുള്ളി, പിന്നെന്താ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി നമ്മുടെ തേങ്ങ ചിരണ്ടിയത്, ഇച്ചിരി ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓഫ് നമ്മുടെ മുളക് പൊടി, പിന്നെ ഇച്ചിരി ജീരകം, പേരിന് ഇച്ചിരി പുളി, വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചമ്മന്തിക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് തിള വരുന്നതിന് മുന്നേ എടുക്കണം. ചമ്മന്തി അങ്ങനെ തിളപ്പിക്കാറില്ലല്ലോ. തിള വരുന്നതിന് മുന്നേ എടുത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തി കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ദോശ. നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല, ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നായിരുന്നു. വാങ്ങിച്ചൊന്നുമില്ല. വാങ്ങിച്ച കോഴിക്കുഞ്ഞുങ്ങൾ വഫാത്താവും. ഇവിടുത്തെ 4 പേരും കൂടി റെഡിയാക്കും അതിന്. അതിൻ്റെ രസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും.